ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കടല റോസ്റ്റ് ആയിട്ടാണ്. കടല റോസ്റ്റിൽ കടല വരട്ടിയെന്നും പറയും. അപ്പോൾ അതുമായിട്ടാണ്. അപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കായാലും ചോറിനൊക്കെ ഇത് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് കടല ഇവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് കുതിർത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുതിരണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളത്തിലൊന്ന് 2-3 മണിക്കൂർ ഇട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. ആ ജാറിലോട്ട് ഒരു തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം. അതിലോട്ട് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയൊക്കെയുള്ള മിക്സില്ലേ, അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ഇടാം ഈ 1 കപ്പ് കടലക്ക്, അപ്പം കുറച്ചും കൂടെ എരിവുണ്ടാവും. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളൊന്ന് ഈ ഒരു മിക്സി കിടന്നിട്ടൊന്ന് അതിൻ്റെ ജസ്റ്റ് ഒരു പച്ചമണമില്ല അതൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇതാക്കിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിലോട്ട് ഈ ഒരു ടൈമായ സമയത്തൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ്സോളം കുറച്ച് വെള്ളം. അതിനുശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കടല വേവിക്കുമ്പോൾ, അപ്പോൾ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കടല വേവിക്കുമ്പോൾ കടലയുടെ കുറച്ച് മുകളിലോട്ടായിട്ട് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ കടല നമുക്ക് ഈ ഒരു മിക്സിൽ കിടന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവണം എന്നല്ല, ഇത് ഈ മസാലയും ഇതൊക്കെ ഇതിൻ്റെ കടലയിലോട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. പക്ഷെ ഞാനിത് ഈ ഒരു കടല ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിൽ എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മളെ കടല വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ മുന്നിലുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട്, കടല വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ടും കാണാം. താങ്ക് യു.